ക്ലാസ്സിലെ മക്കളുമാരെ, ദ വേ ടു സക്സസിലേക്ക് വീണ്ടും സ്വാഗതം, ഹൃദ്യമായ സ്വാഗതം. വിഷൻ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന ചാപ്റ്ററിൽ അത്യാവശ്യം വേണ്ടുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. നമുക്ക് വസ്തുക്കളെ വ്യക്തമായി കാണണമെങ്കിൽ ആ വസ്തുവിലേക്കുള്ള കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ 25 സെൻറ്റിമീറ്ററും കൂടിയ ദൂരം അനന്തവുമാണ്. ഡിസ്റ്റൻസ് ടു ഫാർ പോയിൻ്റ് ഇൻഫിനിറ്റി. ഈ രണ്ട് ഏർപ്പാട്ട് ഓർത്ത് വയ്ക്കുക. കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്ററും കൂടിയ ദൂരം അനന്തവുമാണ്. ലീസ്റ്റ് ഡിസ്റ്റൻസ് 25 സെൻറ്റിമീറ്റർ, ഫാർ പോയിൻ്റ് ഇൻഫിനിറ്റി 2 പോയിന്റുകൾ. ഇനി കണ്ണുകൾക്കുണ്ടാകാവുന്ന അസുഖമെന്ന് പറയരുത്, ന്യൂനതകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ചില ആളുകൾക്ക് ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. Certain persons can see distant objects clearly but can't see clearly nearer objects. ഏതാണോ നമുക്ക് കാണാൻ പറ്റുന്നത് ആ പേര് വേണം അത് പറയുവാൻ, ആ പേര് വെച്ച് വേണം അത് പറയുവാൻ. ദൂരെയുള്ളത് കാണാൻ പറ്റുമെങ്കിൽ ദീർഘദൃഷ്ടിയാണെന്ന് പറയണം. ഇതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഓടിക്കിടക്കുന്ന നോക്ക്. ഇതാണ്ട് ഇതാണ് ഒബ്ജക്റ്റ്. അതിൻ്റെ ഇമേജ് റെറ്റിനയുടെ പിറകിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം കണ്ടാൽ നമ്മൾ അറിയണം, നമുക്ക് മനസ്സിലാക്കിയിരിക്കണം അത് ദീർഘദൃഷ്ടിയാണ്. ഈ ചിത്രത്തിൽ കൂടിയും ചോദ്യങ്ങൾ വരാം. അതിന് കാരണങ്ങൾ എന്താണ് നോക്കിയേ. ലെൻസിൻ്റെ ഫോക്കസ് ദൂരം അങ്ങ് കൂടിപ്പോയി, ഒരുപാടായിപ്പോയി. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ ലെൻസ് ഈസ് മോർ എന്ന് പറയുമ്പോൾ പവർ കുറവ്. ഫോക്കൽ ലെങ്ത് കൂടിയാൽ പവർ കുറയും എന്നർത്ഥം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. മറ്റൊന്ന് ഇതാണ്ട് നേത്രഗോളത്തിൻ്റെ വലിപ്പം കുറഞ്ഞുപോയി. നേത്രഗോളത്തിൻ്റെ വലിപ്പം കുറവ്. ഈ രണ്ട് കാരണങ്ങൾ. ഇതിനുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക. ഇതിൽ ഇൻഡയറക്റ്റ് വേയിൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എങ്ങനെയാണെന്നറിയണ്ടേ? ഒരു ക്ലാസ് മുറിയുടെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടിക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ആ കുട്ടിയെ സംബന്ധിച്ച് ബോർഡ് വളരെ അടുത്താണ്, അടുത്തുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ദൂരെയുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നർ മീനിങ് അതാ. അപ്പോൾ ആ കുട്ടിക്ക് ദീർഘദൃഷ്ടിയാണ്. ആ വിധത്തിലും ചോദ്യം വരാം. ദീർഘദൃഷ്ടിക്ക് നേരെ വിപരീതമാണ് ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റഡ്നെസ്, മയോപ്യ എന്ന് പറയുന്നത്. ദാണ്ടെ ആ ചിത്രം ഒന്ന് നോക്കാം. ദാണ്ടെ ഇതാണ് ഒബ്ജക്റ്റ്. റെറ്റിനയുടെ മുന്നിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അടുത്തുള്ളത് വ്യക്തമായി കാണാം, ദൂരെയുള്ളത് വ്യക്തമായി കാണാൻ കഴിയില്ല. അത് ഹ്രസ്വദൃഷ്ടി എന്ന് നമുക്ക് പറയാം. ദീർഘദൃഷ്ടിക്ക് നേർ വിപരീതമാണ് ഹ്രസ്വദൃഷ്ടിയുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഫോക്കൽ ലെങ്ത് കുറഞ്ഞു പോയി. റെറ്റിന വരെ വരണമായിരുന്നു, പക്ഷേ ഫോക്കൽ ലെങ്ത് കുറവ്. 2, ഫോക്കൽ ലെങ്ത് കുറവെന്ന് പറഞ്ഞാൽ പവർ കൂടുതൽ എന്നാണ് അർത്ഥം. ഇനി സൈസ് ഓഫ് ദ ഐബോൾ വലുതായിപ്പോയി. എലോങ്കേഷൻ ഓഫ് ദ ഐബോൾ, നേത്രഗോളത്തിൻ്റെ വലിപ്പം കൂടിപ്പോയി. ഈ 2 കാരണങ്ങളാൽ ഹ്രസ്വദൃഷ്ടി ഉണ്ടാകാം. ഇതിനുള്ള പരിഹാര മാർഗം അനുയോജ്യമായ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക എന്നാണ്. അനുയോജ്യമായ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക. പരിഹാര മാർഗം ഉള്ള ആ ചിത്രം തന്നിട്ടും ന്യൂനതകൾ ചോദിക്കാം. ഏത് വിധത്തിലും ചോദ്യങ്ങൾ വരാം. എന്തായിരുന്നാലും ഹ്രസ്വദൃഷ്ടിയോ ദീർഘദൃഷ്ടിയോ അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരും. ഇനി പ്രായം കൂടുന്നതിനനുസരിച്ച് സീലിയറി മസിൽസിൻ്റെ കഴിവ് കുറഞ്ഞു വരുന്ന കണ്ണിൻ്റെ ന്യൂനതയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്ന പ്രസ്ബയോപ്പിയ. അതിന് കാരണം സീലിയറി മസിൽസിൻ്റെ കഴിവ് കുറഞ്ഞു വരുന്നതാണ് പ്രസ്ബയോപ്പിയ, വെള്ളെഴുത്തിന് കാരണം.
ഇതിനുള്ള പരിഹാര മാർഗം അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെയും ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടിക്ക് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല. ബാക്ക് ബെഞ്ചിലെ കുട്ടിയെ സംബന്ധിച്ച് ബോർഡ് ദൂരെയാണ്, അപ്പോൾ ദൂരെയുള്ളത് കാണാൻ പറ്റുന്നില്ല, അടുത്തുള്ളത് വ്യക്തമായിട്ട് കാണാമെന്നർത്ഥം. ആ കുട്ടിക്ക് ഹ്രസ്വദൃഷ്ടിയാണ്. തിരിഞ്ഞു പോരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊന്നും പോകരുത്. 100% ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. നമുക്ക് ദൂരെയും അടുത്തുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ പതിപ്പിക്കുവാൻ നമ്മുടെ കണ്ണിനൊരു കഴിവുണ്ട്. സീലറി മസിലുകൾ ലെൻസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ വ്യത്യാസപ്പെടുത്തിയാണ് വിവിധ അകലങ്ങളിലുള്ള വസ്തുക്കളുടെ വ്യക്തമായ പ്രതിബിംബം റെറ്റിനയിൽ പതിപ്പിക്കുന്നത്. ആ ഒരു കഴിവാണ് അക്കോമഡേഷൻ, സമഞ്ജനക്ഷമത. അതൊരു ഏർപ്പാട്ടായിട്ട് ഓർത്തു വച്ചേക്കണം. ഇനി കണ്ണ് പരിശോധിക്കുന്ന ഡോക്ടേഴ്സിന് ഒപ്താൽമോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. അവരുടെ പ്രിസ്ക്രിപ്ഷന് പ്രത്യേക രീതിയാണ്. ബോഡി കിടക്കും നോക്കുക, ലെഫ്റ്റ് റൈറ്റ്, ഇടത്തെ കണ്ണും വലത്തെ കണ്ണും പരിശോധിച്ചിട്ട് സ്പെക്സ് കണ്ണാടി, ഏത് തരം കണ്ണാടി ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു കുറിപ്പടിയാണത്. നോക്കുക, രണ്ടും പ്ലസ് ആണ്. ഡി എന്ന് പറയുന്ന ഡയോപ്റ്ററാണ്, ലെൻസിൻ്റെ പവറാണ്. ഒന്നാമത്തെ പോയിന്റ് പവർ പോസിറ്റീവാണ്, അതാണ്. കണ്ട, അങ്ങനെ എഴുതണം. ഒന്ന്, പവർ പോസിറ്റീവാണ്. നിർദ്ദേശിച്ച ലെൻസിൻ്റെ പവർ പോസിറ്റീവാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് കോൺവെക്സ് ലെൻസാണ് എന്നെഴുതണം. നിർദ്ദേശിച്ച ലെൻസ് കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ നിർദ്ദേശിച്ചത് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് കണ്ണിൻ്റെ ന്യൂനത ദീർഘദൃഷ്ടിയാണ് എന്നവിടെ എഴുതി ഫലിപ്പിക്കണം. രണ്ടും നെഗറ്റീവ് വന്നാലോ പവർ നെഗറ്റീവാണ്. നിർദ്ദേശിച്ച ലെൻസ് കോൺകേവ് ആണ്. ദ പ്രിസ്ക്രൈബ്ഡ് ലെൻസ് ഈസ് കോൺകേവ്. കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് കണ്ണിൻ്റെ ന്യൂനത ഹ്രസ്വദൃഷ്ടിയാണ്, ഷോർട്ട് സൈറ്റ് ആണ്. ഈ പ്രിസ്ക്രിപ്ഷനും തന്നിട്ട് കണ്ണിൻ്റെ ന്യൂനത ഏതാണ് എന്ന് ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. വീണ്ടും ഒരു കൊച്ചു വീഡിയോ നാളെ അടുത്ത ദിവസം തന്നെ പ്രതീക്ഷിക്കണം. അത് പ്രകീർണനവും മഴവില്ലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡിസ്പേഴ്സണും ഫോർമേഷൻ ഓഫ് റെയിൻബോ, ഇത് രണ്ടും കൂടെ ചേർന്ന് മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്യും. എല്ലാം കാണണം. ഫസ്റ്റ് ടൈമിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. A to Z പഠിക്കണം. ഓക്കെ, ബൈ ബൈ, സീ യു.